കണ്ടു. വയനാട്ടിലേക്ക് മാവേലിക്കരയിൽ നിന്ന് വന്ന ആശാവർക്കർമാരാണ്. അവർ നമുക്ക് വേണ്ടി പാട്ട് പാടും. ആശാവർക്കർമാരുടെ ക്യാപ്റ്റൻ ശശികല ചേച്ചി. ചേച്ചി ആകെ വിറച്ചിരിക്കുക. ചേച്ചി 2 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ഇവിടെ വീഴും, ഫ്ലാറ്റ് ആവുന്ന അവസ്ഥയിലാണ്. ടെൻഷനൊന്നും അടിക്കണ്ട. കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേര് മാത്രമാണ്, ഒരു 10-15 ലക്ഷം ആൾക്കാർ അത്രേ കാണുന്നുള്ളൂ. ലോകമെമ്പാടും വരുന്നുള്ള ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പാടുക. ഒപ്പം തന്നെ നമ്മുടെ ഒരു വാർത്തയും കൂടി വരുന്നുണ്ട്. വാർത്തയുമായിട്ട് ദീപക് മലയമ്മ ചേരും. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൽപ്പറ്റയിലാണ്. ഇവർ ഇന്നലെ രാത്രി യാത്ര തിരിച്ചതാണ് അല്ലേ? ഇന്നിപ്പോൾ ഇന്നത്തെ ദിവസം വയനാടൊക്കെ കണ്ട് നാളെ ഊട്ടിക്ക് പോയി. നാളെ വൈകുന്നേരം മടങ്ങുമോ അതോ മറ്റന്നാൾ രാവിലെ മടങ്ങും? മറ്റന്നാളേക്ക് ഊട്ടിയിലേക്ക് തിരിച്ചു അല്ലേ? അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും. സാധാരണ നമ്മൾ ടൂർ വരാൻ വരുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ? അതോ ഭർത്താവിനെ കാണാത്തതിൽ ഒരു ചെറിയ സങ്കടം ഉണ്ടല്ലോ? അത് സങ്കടം ഉണ്ടെന്ന് ടി വിയുടെ മുമ്പിലൊക്കെ അഭിനയിക്കുക. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓഹോ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അല്ലേ? അങ്ങനെയില്ല അല്ലേ? മൊത്തത്തിൽ സമാധാനമുള്ളൊരു കുടുംബത്തെ നമ്മൾ നശിപ്പിക്കുന്നില്ല. അപ്പോൾ ശശികല ചേച്ചിയുടെ പാട്ട്, ചേച്ചി ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഞാൻ കൃഷ്ണന്റെ പാട്ടാണ് പാടാൻ പോകുന്നത്. കൃഷ്ണന്റെ പാട്ട് പാടാൻ പോകുന്നത്. ഓക്കെ, ഏത് കൃഷ്ണനാ? രാമകൃഷ്ണനാണോ രാധാകൃഷ്ണനാണോ? നമ്മുടെ സാക്ഷാ കൃഷ്ണ ഭഗവാനാണോ? കൃഷ്ണ ഭഗവാൻ. ശരി. ചേച്ചി ഇന്ദ്രനീലത്തിനോടെന്തു കൊണ്ടോ പണ്ടു തൊട്ടേ എനിക്കിഷ്ടം, കണ്ണിൻ്റെ മുകിൽ വർണ്ണമാകയാലോ എൻ്റെ കണ്ണിൻ്റെ മണിവർണ്ണ ആകയാലോ, ഇന്ദ്രനീലത്തിനോടെന്തു കണ്ടോ പണ്ടു തൊട്ടേ എനിക്കിഷ്ടം, കണ്ണിൻ്റെ മുകിൽ വർണ്ണമാകയാലോ എൻ്റെ കണ്ണിൻ്റെ മണിവർണ്ണ ആകയാലോ. നല്ല പാട്ടായിരുന്നു അല്ലേ? നിങ്ങൾ ഈ ആശാവർക്കർമാരുടെ ജോലിക്കിടയിലൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടി ആനന്ദ തുന്തിലിതമാക്കാറുണ്ടോ? ഉണ്ടാറുണ്ട് അല്ലേ? അദ്ദേഹത്തിന്റെ പാട്ടൊക്കെ ഇടയ്ക്ക് കേൾക്കാൻ നിങ്ങൾ കൂടിയിരിക്കും? എപ്പോഴും പാടും. എപ്പോഴും പാടുമെന്നൊരു ഭീഷണിയുടെ മുന്നറിയിപ്പായിട്ടാണ് പറഞ്ഞത്. അങ്ങനെയല്ല, നന്നായിട്ട് പാടും അല്ലേ? ഓക്കെ, നിങ്ങൾ പൊതുവെ ആശാവർക്കർമാരുടെ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ പലപ്പോഴും പലതവണയായി ആവശ്യപ്പെട്ടിട്ടും പടിപടിയായിട്ട് ഉയരുന്നുണ്ട്. പക്ഷെ വളരെ കുറച്ചാണ് ഉയരുന്നത് അല്ലേ? ഇതുകൊണ്ട് മതിയാവുമോ? അല്ല. എത്ര രൂപ ഇപ്പോൾ ആശാവർക്കർമാർക്ക് കിട്ടുന്നുണ്ട്? എനിക്കൊന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായിട്ട് അടുത്ത് നിന്ന് അവരുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മുതൽ സാമൂഹ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സെൻസസ് അടക്കം അല്ലേ പ്രധാന വിഷയങ്ങളിൽ ഇടപെടുന്നവരാണ് ആശാവർക്കർമാരും അംഗൻവാടി ടീച്ചർമാരും. എത്ര രൂപ ഇപ്പോൾ കിട്ടുന്നത്? ഞങ്ങൾക്ക് ഹോണറേറി എന്ന് പറഞ്ഞുകൊണ്ട് 7000 രൂപ. 7000 രൂപ കിട്ടുക. എല്ലാ ദിവസവും പോകണ്ടേ മിക്കവാറും പണിക്ക്? തീർച്ചയായിട്ടും എല്ലാ ദിവസവും പോകണം. 7000 രൂപയാണ് ഓണറേറിയം കിട്ടുക അല്ലെ? കൂടാതെ വേറെ എന്തെങ്കിലും ഇൻസെന്റീവ് എത്രയുണ്ട്? 2000. അതും കൂടി 9000 രൂപയാണ് കിട്ടുക. ഒരു ദിവസം കിട്ടുന്നത് 30 ദിവസം ഒരു മാസം ഉണ്ടെങ്കിൽ 300 രൂപ മാത്രമാണ് കിട്ടുക. കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കിട്ടുന്ന ശമ്പളം പോലും ഇവർക്ക് കിട്ടുന്നില്ല ആ അർത്ഥത്തിൽ. മാത്രമല്ല അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന് നിർമ്മാണ തൊഴിലാളികളായിട്ടുള്ളവർ 900 രൂപ വാങ്ങുമ്പോഴാണ് കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആശാവർക്കർമാർ ഈ അണ്ടർ പെയ്ഡ് ആയിട്ട് പോകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ കേരളത്തിലാണ് ആശാവർക്കർമാർക്ക് ഏറ്റവും ഉയർന്ന തുകയുള്ളത്, 9000. കേരളത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിക്കുന്നത്. പക്ഷെ കൂടുതൽ വേണം അല്ലേ? അതല്ലേ സർക്കാരോട് നമുക്ക് പറയാനുള്ളതും അല്ലേ? ഈ ഭർത്താവിൻ്റെ അത്യാവശ്യം കിട്ടുന്ന തുകയും ഈ പൈസയും കൊണ്ടാണ് ഇതൊക്കെ ഓടിച്ചുകൊണ്ട് പോകേണ്ടത് അല്ലേ? പലപ്പോഴും ഈ വെയിലത്തൊക്കെ നല്ല ബുദ്ധിമുട്ടല്ലേ പണിയെടുക്കൽ അല്ലേ? കുട പിടിച്ച് പോകേണ്ടി വരും പലയിടങ്ങളിലും. ഓക്കെ, അപ്പോൾ വളരെ മനോഹരമായ ഒരു ട്രിപ്പ് ആശംസിക്കുന്നു. എന്താ മോളുടെ പേര്? സാത്വിക. അപ്പോൾ സാത്വികയൊക്കെ വയനാട് എല്ലാവരും മിക്കവാറും ഓൾമോസ്റ്റ് ആദ്യമായിട്ടായിരിക്കും വയനാട് അല്ലേ? വയനാട് ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ ഗംഭീരമായ ഒരു ടൂർ ആശംസിക്കുന്നു. അപ്പോൾ ഗംഭീരമായിട്ട് പൊളിച്ചു വരിക. അതിനിടയ്ക്ക് ഒരു ചോദ്യം കൂടി, ആരായിരിക്കും മാവേലിക്കരയിൽ? കൊടിക്കുന്നിൽ സി അരുൺകുമാറിനുള്ള സാധ്യത മാവേലിക്കരയിലുണ്ട്. ഒരു മാവേലിക്കര മാറ്റത്തിന് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. BJP കൗൺസിലറാണ് നമുക്കൊപ്പം നിൽക്കുന്നത്. BJP അവിടെ വോട്ട് പിടിക്കും എന്നാണ് കൗൺസിലറുടെ ആത്മവിശ്വാസം. തീർച്ചയായിട്ടും വോട്ട് പിടിക്കും. പക്ഷെ അവിടെ ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നു എന്നും പറയുന്നു കൗൺസിലർ അല്ലേ? നിലവിലുള്ള ആൾ മാറണം എന്നുള്ളതാണ്. ബാക്കി പ്രേക്ഷകർ വായിച്ചെടുത്തോളൂ. അപ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ അഭിപ്രായം? തീർച്ചയായിട്ടും അങ്ങനെ ഒരു അഭിപ്രായം പൊതുവേ ഉണ്ട് എന്നുള്ളതാണ്. ആശാവർക്കർമാരുടെ ഒരു കൂട്ടത്തെയാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി റൂമിലേക്ക് പോവാണ്. അതിനുശേഷം ഫ്രഷ് ആയതിനു ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പോകും അല്ലേ? ഓക്കെ, അപ്പോൾ മനോഹരമായൊരു ടൂർ ആശംസിക്കുന്നു. ഗംഭീരം ആവട്ടെ. അപ്പോൾ നമ്മളിനി മറ്റു ചില ആൾക്കാരെ കൂടി കാണുന്നു. കൽപ്പറ്റയിലാണ്.